ആട്ടുപൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 6 മറ്റോ ഇട്ട് കൊടുത്താൽ മതി. അതിന് കൂടെ തന്നെ നമുക്ക് ഒരു 3 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യാം. എന്നിട്ട് നമുക്കിതാ ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് മാവില്ലേ, അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് തൈരാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് ജീരകവും പിന്നെ ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിങ്ങനെ കലക്കിയെടുക്കാൻ. ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയുള്ള മാവാണ് കേട്ടോ ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ നല്ലോണം കലക്കിയിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിൽ ചൂടാക്കുക. ഓയിൽ ചൂടായിട്ട് കഴിയുമ്പോൾ നമ്മുടെ മാവിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് നുള്ളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് കോരി ഇട്ട് കൊടുത്താലും മതി. ഞാൻ എണ്ണ ചൂടാകുന്നതിന് മുന്നേ ഇട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ എണ്ണ ചൂടായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം തന്നെ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതുപോലെ നല്ലോണം പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. കാരണം എല്ലാ സൈഡും ഒരേപോലെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെയിമൊന്നും കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. വേഗം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ടുള്ള വേറൊരു സ്നാക്ക് ഉണ്ടാവില്ല. ഗോതമ്പ് പൊടിയെല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചമ്മന്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല കിടിലൻ ടേസ്റ്റാണ്. കുറച്ച് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.